നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗത്തു നിന്നും മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. முதலாவது தேவனுடைய ராஜ்யத்தையும் அவருடைய நீதியையும் தேடுங்கள், அப்பொழுது இவைகள் எல்லாம் உங்களுக்கு கூட கொடுக்கப்படும். മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും തേടുവാൻ കർത്താവ് നമ്മോട് ഉപദേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം, കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് അനേക ദൈവമക്കൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലുള്ള ദൈവമക്കൾ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണെന്ന് ദിനംതോറും നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം, നമ്മെ തന്നെ നാം ഒരുക്കണം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും തേടുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മുടെ എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ രാജ്യത്തെ തേടണം, ദൈവത്തിൻ്റെ നീതിയെ തേടണം. ദൈവത്തിൻ്റെ രാജ്യം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്, ദൈവത്തിൻ്റെ വാഴ്ച, വചനത്തിൻ്റെ വെളിച്ചം, ഇത് നമുക്ക് വേണം. എങ്കിൽ ദൈവരാജ്യത്തിൽ ദൈവജനത്തിന് നിൽക്കുവാനായി സാധിക്കും. സ്തുതിയോടെ സ്തോത്രത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ പാദത്തിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതി, തിരുവചനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്യേണ്ട എന്ന് നാം പലപ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോൾ അവിടായി നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ വചനങ്ങൾ ഏതെല്ലാം നമ്മൾ അനുസരിക്കുന്നുവോ അതെല്ലാം നമുക്ക് നീതിയായി കണക്കിടും. അബ്രഹാമിനെ കുറിച്ച് വചനം പറയുന്നു, അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം അത് അബ്രഹാമിൻ്റെ മേൽ നീതിയായി കണക്കിട്ടു. നാമും ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കുമ്പോൾ, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, വചനപ്രകാരം വചനത്തെ അനുസരിച്ചുകൊണ്ട് പല ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നീതിയായി കണക്കിടും. ഹല്ലേലൂയ. ലോകം മുഴുവനും യുദ്ധത്തിൻ്റെ ഭീതിയിലും യുദ്ധമുഖാന്തരമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ദൈവത്തിൻ്റെ ജനം ഈ ഭൂമിയിലുള്ളതുകൊണ്ട് കർത്താവ് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണത്തെ കൊണ്ടുവരും, ഒരു നീക്കുപോക്കിനെ കൊണ്ടുവരും. കർത്താവിൻ്റെ ജനം കലങ്ങുവാനോ ബാധിക്കപ്പെടുവാനോ ദൈവം അനുവദിക്കില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് എനിക്ക് മനസ്സിലായി. വിശ്വാസമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ദൈവത്തിനൊരു മഹത്വത്തെ കൊടുക്കണം, ഒരു സ്തോത്രം പറയണം, ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്താൽ ചില കാര്യങ്ങൾ പറയുന്നതാണ്. അത് പ്രവചനമെന്നല്ല, ദർശനമെന്നല്ല, അത് വിശ്വാസത്താൽ പറയുകയാണ്. വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വായിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറത്തു വരണം. കർത്താവിൻ്റെ ജനം വിശ്വസിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ അതുതന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രവചനങ്ങളും ദർശനങ്ങളും എതിരായിരുന്നാൽ പോലും വിശ്വാസത്താലും പ്രാർത്ഥനയാലും ദൈവജനത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാനായി സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. അനേക പ്രവചനങ്ങൾ, ദർശനങ്ങൾ ഈ കാലഘട്ടത്തെക്കുറിച്ചുണ്ട്. അനേക ദൈവഭക്തന്മാർക്ക് പലതരത്തിലുള്ള പ്രവചനങ്ങളും ദർശനങ്ങളും കർത്താവ് കൊടുക്കുന്നുണ്ട്. എങ്കിലും തൻ്റെ ജനത്തെ കർത്താവ് നടത്തുവാൻ ശക്തനാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനങ്ങൾ അനുസരിച്ച് ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ സഭ ഒരുങ്ങണം. ഹല്ലേലൂയ. ഇവിടെ മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് കർത്താവ് പറയുന്നതിന് മുന്നേ ചില കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എന്ത് തിന്നും, എന്തുടുക്കും എന്നുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഇതിനെക്കുറിച്ച് കർത്താവ് പറയുന്നു, വിചാരപ്പെടരുത്, കലങ്ങരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ കാര്യങ്ങൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറയുകയാണ്.
എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്, ജോലികൾ ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഒരു സൊല്യൂഷനായി കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തരുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കായി ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല. ഒരുപക്ഷെ നമ്മുടെ അധ്വാനവും ബുദ്ധിയും കഴിവും ഉപയോഗിക്കേണ്ട എന്നല്ല, അത് ഉപയോഗിച്ചാലും ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഈ ലോകത്തിൽ വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മക്കൾക്ക് ഈ ലോകം സ്റ്റക്കായി നിൽക്കുമ്പോഴും ദൈവജനത്തിന് മുന്നോട്ട് പോകുവാൻ കർത്താവ് മുഖാന്തരങ്ങളെ തുറക്കും, വഴികളെ തുറക്കും, വാതിലുകളെ തുറക്കും. അതിനായുള്ള ഒരു ഒരുക്കമാണ് ദൈവജനത്തിന് ഉണ്ടാകേണ്ടത്. ലോകം ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ, അമ്പരന്ന് നിൽക്കുമ്പോൾ, അവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുമ്പോൾ ദൈവജനം വിശ്വസിക്കുക, തൻ്റെ ജനത്തെ ക്ഷേമമായി പോറ്റുന്ന ഒരു കരമുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അന്ത്യനാളുകളെക്കുറിച്ച്, അവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഉണ്ടാകും. എങ്കിലും അത് അവസാനമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലുണ്ടാകും, പക്ഷേ അത് അവസാനമല്ല, ഇത് സംഭവിക്കേണ്ടത് തന്നെ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത്? അത് സംഭവിക്കണമെന്നുള്ളത് ദൈവഹിതമായതുകൊണ്ടല്ല. ഈ ഭൂമിയിലെ ആത്മീക അന്തരീക്ഷത്തിൽ അങ്ങനെയാണ്, അതിൻ്റെ കിടപ്പുവശം അങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതല്ലാതെ ഇതിങ്ങനെ സംഭവിക്കണമെന്ന് ദൈവം ഒരു വിധി കൽപ്പിച്ചിട്ടില്ല. ദൈവം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചേ പറ്റുമെന്ന് ഇഷ്ടപ്പെടുന്നുമില്ല. എന്നാൽ അതിൻ്റെ അവസ്ഥ കൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അറിയാം ഈ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു, ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു. ഇത് ദൈവത്തിന് അറിയാം. ആ കർത്താവ് അറിയുന്ന കാര്യത്തെ നമ്മോട് വെളിപ്പെടുത്തുന്നതാണ് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും. അടിക്കടി ഉണ്ടാകും, അവിടെ ഉണ്ടാകും. എങ്കിലും ഇത് അവസാനമല്ല. ഇന്ന് യുദ്ധഭീതിയിൽ, ക്ഷാമത്തിൻ്റെ ഭീതിയിൽ ജനമായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഹോട്ടലുകളെല്ലാം പൂട്ടി. എന്തുകൊണ്ട് ഹോട്ടലുകൾ പൂട്ടി? കുക്കിങ്ങിന് ഗ്യാസ് ഇല്ല. ന്യൂസ് പറയുന്നത് കേട്ടു, പല സ്ഥലങ്ങളിലും ഹോസ്റ്റലുകൾ പൂട്ടി. ഹോസ്റ്റലിൽ നിന്നവർക്ക് ആഹാരം കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലുകൾ പൂട്ടി, ആളുകളെ വീട്ടിൽ വിട്ടു. ഈ രീതിയിൽ വളരെ പ്രതിസന്ധിയിലേക്ക് നാട് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ജനം കലങ്ങേണ്ടതില്ല, പതറേണ്ടതില്ല. പകരം എന്തു ചെയ്യണം? മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. കർത്താവിൻ്റെ രാജ്യത്തെ തേടണം, നീതിയെ തേടണം. അതിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കണം. ഗ്യാസ് സിലിണ്ടർ എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുവാൻ മനസ്സിനെ ഒരുക്കുന്നതിനേക്കാൾ അധികം ദാഹത്തോടെ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാം, എങ്ങനെ കർത്താവിനെ ആരാധിക്കാം എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സൊരുങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള മക്കൾക്കായി കർത്താവ് ഒന്നിനും മുടക്കം വരാത്ത നിലകളിൽ ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യും. തൻ്റെ മക്കളുടെ ഭൗതികമായ ആവശ്യങ്ങളെ കർത്താവ് അവഗണിക്കുന്നില്ല. എന്തു തിന്നും, എന്തുടുക്കും, എവിടെ വസിക്കും എന്നുള്ള കാര്യം ഒരു ദൈവപൈതൽ ആവശ്യമെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. ഈ ആവശ്യങ്ങളെ തരുവാൻ കർത്താവിന് ശ്രദ്ധയുണ്ട്. എന്നാൽ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ലോകത്തിലാണോ ദൈവത്തിലാണോ? ലോകത്തിലാണോ തിരുവചനത്തിലാണോ? ലോകത്തിലാണോ ദൈവരാജ്യത്തിലാണോ? നമ്മുടെ മൈൻഡ്, നമ്മുടെ ശ്രദ്ധ കർത്താവിൽ തന്നെ ആയിരിക്കട്ടെ. എങ്കിൽ ദൈവത്തിൽ നിന്നുള്ളൊരു സഹായം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. 121-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും
ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിലൊന്ന് വരുന്നു. ഈ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. അയ്യോ, ഞാൻ ഇനി എന്തു ചെയ്യും, എങ്ങനെ ജീവിക്കും എന്ന് ടെൻഷൻ അടിച്ച് നിരാശപ്പെട്ട് കലങ്ങിയിരിക്കുന്നവരല്ല ദൈവത്തിൻ്റെ ജനം. തിരുവചനങ്ങളെ ഏറ്റെടുത്ത് വിശ്വാസത്താൽ ബലപ്പെട്ട് ഒരു പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ആമേൻ. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ഒരു കരം നമുക്കായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഗ്യാസ് കിട്ടാത്തതുകൊണ്ടാണോ വിഷമിച്ചിരിക്കുന്നത്? വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? കർത്താവിൻ്റെ പാദത്തിൽ സന്തോഷത്തോടെ, സ്തുതിയോടെ, ആനന്ദത്തോടു കൂടി ഇരിക്കേണ്ടതാണ്. ആമേൻ, ഹല്ലേലൂയ. സ്തുതിക്കും തോറും നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതുപോലെ ആ എണ്ണ കർത്താവ് നമ്മുടെ മേൽ പകരും. നമ്മുടെ പാത്രങ്ങളെ അഭിഷേകത്തിൻ്റെ എണ്ണയാൽ, ആത്മാവിൻ്റെ എണ്ണയാൽ കർത്താവ് നിറയ്ക്കും. ആ ഒരു ലക്ഷ്യം തന്നെ നമുക്കുണ്ടായിരിക്കട്ടെ. ഗ്യാസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹോട്ടലുകളെല്ലാം അടച്ചാലും കുഴപ്പമില്ല, ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ ഒരു വിശ്വാസം ദൈവജനത്തിൻ്റെ ഉള്ളിൽ വരട്ടെ. ഈ ലോകത്തിലുള്ള സകലത്തെയും ത്യജിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ആഗ്രഹത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയം വരുമ്പോൾ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് മിണ്ടാതിരിക്കില്ല. ടെൻഷൻ അടിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കലങ്ങുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ഭയത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഫെയ്ത്ത് ഉണ്ടാകട്ടെ. ആമേൻ. ദൈവസഭ ഈ ഭൂമിയിലുള്ളപ്പോൾ, ദൈവത്തിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഈ ഭൂമിയിലുള്ളപ്പോൾ, ഒരു ദേശത്തിലുള്ളപ്പോൾ, ആ ദേശത്തിൽ ദൈവത്തിൻ്റെ ശ്രദ്ധയുണ്ടാകും. കർത്താവിൻ്റെ കരം ആ ദേശത്തിൽ ചലിക്കും. കർത്താവിൻ്റെ മഹത്വം ആ ദേശത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും അതിനെ ഓർത്ത് ദൈവജനം കലങ്ങരുത്, നിരാശപ്പെടരുത്. സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിക്കുവാനുമുള്ള നല്ല ഹൃദയത്തോടുകൂടെ നമുക്കായിരിക്കാം. ആമേൻ. 25-ാം വാക്യം നമുക്ക് നോക്കാം. മത്തായി 6:25 വാക്യം നമുക്ക് നോക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. കർത്താവ് പല കാര്യങ്ങളും അരുത്, പാടില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമാണ് വിചാരപ്പെടരുത്. യോഹന്നാൻ സുവിശേഷം 14:1 കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇവിടെ പറയുന്നു വിചാരപ്പെടരുത്. ചില സ്ഥലങ്ങളിൽ കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട. ആമേൻ. കർത്താവിൻ്റെ ജനത്തെ കർത്താവ് ഒരിക്കലും പേടിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ ജനത്തെ കർത്താവ് എപ്പോഴും ബലപ്പെടുത്തുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്, ഉത്സാഹിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കൈപിടിച്ച് പറഞ്ഞേ, നമ്മുടെ കർത്താവ് പേടിപ്പിക്കുന്ന ദൈവമല്ല, ധൈര്യപ്പെടുത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കാര്യങ്ങളൊന്നും ദൈവജനത്തെ പേടിപ്പിക്കുന്നില്ല, ഭയപ്പെടുത്തുന്നില്ല. പകരം ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമ്മൾ ചില സൂചനകൾ ചിന്തിച്ചു. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായി അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഈ കർത്താവിൻ്റെ വരവും ദൈവജനത്തിന് പേടിയാണോ സന്തോഷമാണോ? ആരെല്ലാം കർത്താവിൻ്റെ വരവിനായി സന്തോഷത്തോടെ കാത്തിരിക്കുന്നു? നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ദൈവരാജ്യം തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ ദൈവരാജ്യമാണ്. കാരണം ദൈവജനം നിറഞ്ഞൊരു കൂട്ടമാണത്. ഹല്ലേലൂയ. ലോകം അവസാനിക്കും എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ഭയപ്പെടുവാനുള്ള ഒന്നല്ല. ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ദൈവജനത്തിന് ഭീതി ഉണ്ടാക്കുന്ന ഒന്നല്ല. ദൈവജനത്തിന് അത് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഹല്ലേലൂയ. ഈ ലോകം അവസാനിച്ചാലും മറ്റൊരു ലോകം,
ഒരു ദൈവരാജ്യത്തിൻ്റെ ലോകം, ആ ഒരു ലോകം അത് ആരംഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു സന്തോഷം, ഒരു ഉത്സാഹം ദൈവജനത്തിൻ്റെ ഉള്ളിലുണ്ടാകട്ടെ. കർത്താവിൻ്റെ ദിവസം, ഒരു ഭയങ്കരമായുള്ളൊരു ദിവസത്തെക്കുറിച്ച് തിരുവചനം പറയുമ്പോഴും ആ ഭയങ്കരത്വം ദൈവജനത്തിനല്ല, ലോകത്തിനാണ്, ഭൂവാസികൾക്കാണ്. കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ വെളിപ്പെടൽ ദൈവജനത്തിന് ആനന്ദമാണ്, ദൈവജനത്തിന് ഉല്ലാസമാണ്, ദൈവജനത്തിന് അതൊരു സന്തോഷമാണ്. ദിനംതോറും ദൈവജനം ആഗ്രഹിപ്പേൻ, കർത്താവ് വേഗത്തിൽ വന്ന് എന്നെയും ചേർത്തുകൊള്ളണമേ എന്ന് ആഗ്രഹിപ്പേൻ. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചിന്തിക്കേണ്ടത്, കർത്താവ് രാത്രി വന്നില്ല, വന്നിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. കർത്താവ് ഇന്ന് വന്നെങ്കിൽ എന്നെയും ചേർത്തുകൊള്ളണം എന്നാഗ്രഹിപ്പേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഭൗതികമായോ ആത്മീകമായോ ഏതു തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വിവേകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്ത് കർത്താവിൻ്റെ വരവിനെ ആഗ്രഹിക്കാം. കർത്താവ് വേഗം വരട്ടെ, എന്നെ ചേർത്തുകൊള്ളട്ടെ, ഞാൻ കർത്താവിനോട് കൂടെ വാസം ചെയ്യുന്ന ഒരു ആത്മീക അനുഭവത്തിലേക്ക് എനിക്ക് ഇരിക്കണം, ഈ ലോകം എനിക്ക് വേണ്ട, യേശു എനിക്ക് മതി എന്നുള്ള ഒരു ചിന്ത തന്നെ ദൈവം മക്കളുടെ ഉള്ളിലുണ്ടാകട്ടെ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കായി. ഏത് സിറ്റുവേഷനിലും ദൈവസ്നേഹത്തിലും താഴ്മയിലും സൗമ്യതയിലും ഇരിക്കുവാൻ ദൈവമക്കൾ പഠിക്കണം. ഹല്ലേലൂയ. കഷ്ടതയുടെ മധ്യത്തിലും സഹിഷ്ണുതയോടുകൂടെ നിൽക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. ഹല്ലേലൂയ. കഷ്ടതയിലും കണ്ണുനീരിൻ്റെ താഴ്വരയിലും ജയമെടുക്കുവാൻ കർത്താവ് തൻ്റെ മക്കളെ സഹായിക്കും. ആ സിറ്റുവേഷനിലെല്ലാം കർത്താവ് തൻ്റെ മക്കളോടുകൂടി ഇരിക്കും. എന്നാൽ ആ കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിൽ ചാരുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുമുള്ള നല്ല ഹൃദയം ദൈവ മക്കൾക്കുണ്ടാകണം. ഒരു മാസം പെൻഷൻ കിട്ടിയില്ല എങ്കിൽ, ശമ്പളം കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടുന്ന ഒരു ഹൃദയമല്ല നമുക്ക് വേണ്ടത്. ഒരു മാസം ആഹാരം കിട്ടിയില്ല എങ്കിൽ, ഗ്യാസ് കിട്ടിയില്ല എങ്കിൽ മുറുമുറുക്കുന്ന ഹൃദയമല്ല നമുക്ക് വേണ്ടത്. ഗ്യാസ് എല്ലാം എനിക്ക് ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗ്യാസ് എല്ലാം തീർന്നു പോയി. ഗ്യാസ് എല്ലാം ഉള്ളത് കൊണ്ട് വിറകടുപ്പെല്ലാം എടുത്ത് കളഞ്ഞു, വിറകും എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഗ്യാസുമില്ല, വിറകുമില്ല, അടുപ്പുമില്ല. ഇല്ലായ്മയുടെ മധ്യത്തിലും സ്തോത്രം ചെയ്യുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറഞ്ഞേ, ഇല്ലായ്മയുടെ മധ്യത്തിലും സ്തോത്രം ചെയ്യണം. മുറുമുറുക്കരുത്, പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്യുമല്ലോ അല്ലേ? ആമേൻ. ഹല്ലേലൂയ. എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം കിട്ടിയില്ലെങ്കിലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും, ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും, ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇങ്ങനെ ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകട്ടെ. ആമേൻ. ദേശത്തിൽ ക്ഷാമങ്ങൾ വന്നേക്കാം. നമുക്കൊരു നല്ലൊരു ഉദാഹരണം തിരുവെഴുത്തിലുണ്ട്. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റിയ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ
ഏലിയാവിനെയും സാറഫാത്തിലെ വിധവയെയും കർത്താവ് പോറ്റിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. 1 രാജാക്കന്മാരാണോ? ഓക്കെ, 1 രാജാക്കന്മാർ 17-ാം അധ്യായം 8 മുതൽ. ആദ്യം ഏലിയാവിന് എന്ത് സംഭവിച്ചു? 6-ാം വാക്യം. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. ഇതൊരു ക്ഷാമകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. മഴ നിന്നുപോയി, കൃഷി അവസാനിച്ചു, മാർക്കറ്റുകൾ അടച്ചു, ചന്തയിലൊന്നും ആഹാരം കിട്ടുവാനില്ല, കടകളൊന്നുമില്ല, ആഹാരത്തിന് ഭയങ്കര ദാരിദ്ര്യം ദേശത്തിൽ വന്നു. ആ സമയത്തും ഏലിയാവിനെ കർത്താവ് പോറ്റിയൊരു വിധം നോക്കുക. കാക്ക ഏലിയാവിനെ തേടി വരും, ഏലിയാവിനെ മാത്രം തേടി വരും. കെരീത്ത് തോട്ടിൽ നിന്നും കുടിക്കുവാൻ ദൈവം വെള്ളം അനുവദിച്ചു. ഏലിയാവ് ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത്, തോടിൻ്റെ ആ ഭാഗത്ത് ദൈവം ഏലിയാവിന് വെള്ളം കൊടുത്തു. കെരീത്ത് തോട്ടിൽ നിന്നും വെള്ളം കുടിച്ചു. കാക്ക അപ്പവും ഇറച്ചിയുമായി രാവിലെയും വൈകുന്നേരവും വന്ന ആഹാരം കൊടുക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഡെയിലി 5 പ്രാവശ്യം ആഹാരം കഴിക്കുന്നവർ ആലോചിക്കും, കർത്താവേ, കാക്ക 2 പ്രാവശ്യം മാത്രമല്ലേ വന്നുള്ളൂ? രാവിലെ വന്നു, വൈകുന്നേരം വന്നു, പിന്നെ എങ്ങനെയാണ് ഞാൻ ആവശ്യത്തിന് ആഹാരം കഴിക്കുക? നിങ്ങൾ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കുന്ന ഒരു ദിവസം? എണ്ണിക്ക് 3, 4. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും, ഫുൾ ടൈം ഈറ്റിംഗ്. ശരി, അപ്പോൾ ഏലിയാവിനെ നോക്കൂ. രാവിലെയും വൈകുന്നേരവും കാക്ക വന്ന് അപ്പവും ഇറച്ചിയും കൊടുക്കുന്നു. ആർക്ക്? ഏലിയാവ് ആരാണ്? കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന, ദൈവശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണ്. നമുക്കും അങ്ങനെ ആകുവാനുള്ള ഒരു പ്രോത്സാഹനത്തിനായിട്ടാണ് കർത്താവ് ഈ തിരുവചനങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത്. തുടർന്ന് കർത്താവ് മറ്റൊരു വിധവയുടെ അടുക്കൽ ഏലിയാവിനെ അയക്കുന്നു. 9-ാം വാക്യത്തിൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അവിടെ ഒരു വിധവ ആത്മഹത്യ ചെയ്യുവാനിരിക്കുകയാണ്. അല്പമാത്രം ആഹാരം ഇനിയുണ്ട്. ആഹാരവും കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, മരിക്കുവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ആ വിധവയുടെ അടുക്കൽ അയച്ചിട്ട് അവൾക്ക് ഏറ്റവും അവസാനം കഴിക്കുവാനുള്ള അടയും എന്തൊക്കെയുണ്ടായിരുന്നു? ഓക്കെ, മാവ് മാത്രം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യത്തേക്ക് മാത്രം അപ്പം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ അടയുണ്ടാക്കുവാനുള്ള കാര്യം മാത്രം ഉണ്ടായിരുന്നു. 12-ാം വാക്യത്തിൽ, അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. ഇനി കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരണമേ. ആദ്യം ഏലിയാവ് ചോദിച്ചു, എന്താ ചോദിച്ചത്? കുടിപ്പാൻ വെള്ളം. പിന്നെ ചോദിക്കുന്നു, വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ അപ്പവും കൂടെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ തന്നെ എല്ലാം കഴിച്ചിട്ട് ഇനി മരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നാൽ ഏലിയാവ് അങ്ങനെ ചോദിച്ചു. എന്നാൽ ഏലിയാവ് അവളുടെ ആശങ്ക അവൾ പറഞ്ഞു. എന്നാൽ ഏലിയാവ് പറയാണ് 13-ാം വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ചെന്നു നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ആദ്യം ദൈവപുരുഷന് വേണ്ടിയിട്ട് അവളൊരു കാര്യം ചെയ്യുന്നു. എങ്ങനെ? ഇല്ലായ്മയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആശീർവാദം വരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ വായിക്കുന്നത്. എല്ലാം ചെയ്ത് ബാക്കി വന്നതിന് ശേഷം ദൈവനാമത്തിൽ ചെയ്യാമെന്നല്ല, കർത്താവിൻ്റെ അഭിഷിക്തന് കൊടുക്കാമെന്നല്ല. ഇല്ലായ്മയുടെ മധ്യത്തിൽ ആദ്യം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ, ആദ്യം ദൈവപുരുഷന് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. 14-ാം വാക്യത്തിൽ, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, കർത്താവ് പറയാണ്, ഇനി ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ കലത്തിൽ മാവും കുറയില്ല, ഭരണിയിൽ എണ്ണയും കുറയുകയില്ല.
ആ നിലയിൽ കർത്താവ് നിങ്ങളെ നടത്തും എന്ന് ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് ബാക്കി കാലമെല്ലാം ഏലിയാവിനും കൂടെ ആഹാരം ലഭിപ്പാൻ തക്കവണ്ണം അതൊരു മുഖാന്തരമായി തീർന്നു. ദൈവം തൻ്റെ മക്കൾക്കായി അത്ഭുതങ്ങളെ ചെയ്യും. അടുത്തൊരു കൈ പിടിച്ച് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്കായി അത്ഭുതത്തെ ചെയ്യും. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഉറങ്ങി പറയരുത്. നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം പ്രകടിപ്പിക്കണം. അടുത്ത ആളുടെ മുഖത്ത് നോക്കണം, നേരെ നോക്കി സന്തോഷത്തോടെ പറയണം. ചില ആൾ പറയുന്നത് ദൈവം നിങ്ങൾക്കായി അത്ഭുതങ്ങളെ ചെയ്യും. ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, അത് കേൾക്കുന്നവർക്ക് തോന്നും എനിക്ക് ദൈവം അത്ഭുതം ചെയ്യുന്നതിന് ഇവർക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല. ഭയങ്കര ഉണർവോടെ ഉന്മേഷത്തോടെ പറയണം. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം നിങ്ങൾക്കായി അത്ഭുതത്തെ ചെയ്യും. യാ, ഗുഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്കായി അത്ഭുതത്തെ ചെയ്യും. ആമേൻ. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഈ വചനത്തെ ഏറ്റെടുക്കുന്ന മക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യും. അത് വായിൽ നിന്ന് പറയണം. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ നമ്മൾ പ്രകടിപ്പിക്കണം. അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ദൈവം ഏലിയാവിനെ കർത്താവ് പോറ്റി പുലർത്തിയെങ്കിൽ, സാറഫാത്തിലെ വിധവയെ കർത്താവ് ക്ഷാമകാലത്ത് പോറ്റി പുലർത്തിയെങ്കിൽ, ദൈവജനം വിശ്വസിക്കുവാൻ എനിക്ക് ആവശ്യമുള്ള നന്മകളെ കർത്താവ് എനിക്ക് തരും. ദാവീദ് പറയുകയാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. വീണ്ടും പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ആരാധിക്കുന്ന മക്കൾക്കൊരു വിശ്വാസമുണ്ടാകട്ടെ. എനിക്കാവശ്യമുള്ള ആഹാരം, എനിക്കാവശ്യമുള്ള വസ്ത്രം, എനിക്കാവശ്യമുള്ള വരുമാനം, എനിക്കാവശ്യമുള്ള നന്മകൾ എൻ്റെ കർത്താവ് തരുമെന്നുള്ള വിശ്വാസത്തെ കൊണ്ട് നിങ്ങളുടെ ഉള്ളത്തെ നിങ്ങൾ നിറയ്ക്കുവേൻ. അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങൾക്കായിട്ടുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ കർത്താവാണ്, രാജാതി രാജാവാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സൃഷ്ടാവാം ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവമക്കളുടെ വായുകളിൽ നിന്നും പുറത്തു വരണം. ആമേൻ. നിരാശയുടെ വാക്കല്ല. വായിൽ നിന്നും നിരാശയുടെ വാക്ക് വരരുത്. മുറുമുറുപ്പ് വരരുത്. പിറുപിറുപ്പ് വരരുത്. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് കൈ പിടിച്ച് ഒരിക്കൽ കൂടെ പറഞ്ഞേ, ക്ഷാമം വന്നാലും ദാരിദ്ര്യം വന്നാലും കർത്താവ് നമ്മെ പോറ്റിപ്പുലർത്തും. ആമേൻ. ഹല്ലേലൂയ. ആ വിശ്വാസം നിറഞ്ഞിരിക്കട്ടെ. ആരാധിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി നിന്നു പോകും. അതുകൊണ്ട് വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന വാക്യങ്ങളും ചിന്തകളും കൊണ്ട് നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കണം. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന അവസ്ഥയെ കണ്ട് നിങ്ങൾ കലങ്ങരുത്. ഗ്യാസ് തീർന്നു പോയി, അടുത്തതായി ഇവിടെ ബോംബിടാൻ പോകുന്നു, അടുത്ത് വീണ്ടും യുദ്ധം പിടിമുറുക്കുവാൻ പോകുന്നു, ന്യൂസുകൾ വളരെ നെഗറ്റീവായി കേൾക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കേണ്ട. നമുക്കൊരു കാര്യം വിശ്വസിക്കാം, എന്നെ പോറ്റിപ്പുലർത്തുന്ന ഒരു കർത്താവ് എനിക്കായിട്ടുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവ് എനിക്കായിട്ടുണ്ട്. ട്രംപ് എന്ത് പറയുന്നു, ഇറാൻ എന്ത് പറയുന്നു, ഇസ്രായേൽ എന്ത് പറയുന്നു എന്ന് ഭയപ്പെടേണ്ട. പകരം സ്വർഗത്തിലെ കർത്താവ് തൻ്റെ മക്കൾക്കായി എന്താണ് വാഗ്ദത്തം ചെയ്തത് എന്ന് വിശ്വസിച്ച് അതിൽ പ്രത്യാശിച്ച് എന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്, എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് ജയം തരുന്നൊരു കർത്താവുണ്ട്, എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിൻ്റെ കരം ദൈവജനത്തിനായി വെളിപ്പെടും. അന്ന് ഏലിയാവിനെ പോറ്റി, സാറഫാത്തിലെ വിധവയെ പോറ്റി, അവരെ വളരെ സുഭിക്ഷമായി കർത്താവ് നടത്തി. മറ്റുള്ളവരെ പോറ്റിയ കാര്യത്തെക്കുറിച്ച് വചനം പറയുന്നില്ല. തൻ്റെ മക്കൾക്കായി ദൈവം ദൂതന്മാരെ അയക്കും. തൻ്റെ മക്കൾക്കായി
സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്യും. തൻ്റെ മക്കൾക്കായി പ്രത്യേകിച്ച് സ്പെസിഫിക്കലി കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. ഇത് തന്നെ ദൈവമക്കളുടെ ഉള്ളത്തിൽ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. എനിക്കായി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണ്, ഞാൻ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലാണ്, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണ്. എനിക്കായി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. സ്വർഗീയ ഭണ്ഡാരത്തെ കർത്താവ് എനിക്കായി തുറക്കും. വഴികൾ എനിക്കായി തുറക്കും. വാതിലുകൾ എനിക്കായി തുറക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരെ കർത്താവ് എനിക്കായി അയക്കും. കാക്കയെ അയച്ച് ഏലിയാവെ പോറ്റിയ ദൈവത്തിൻ്റെ മഹത്വം ഇന്നും വ്യാപരിക്കുന്നു. എനിക്കായി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് ദൈവജനം വിശ്വസിക്കുവേൻ. പ്രതികൂലങ്ങൾ വരുമ്പോൾ നിരാശപ്പെടുവാനല്ല, ദൈവസഭ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ആരാധിച്ച് ജയമെടുക്കുവാനാണ് കർത്താവ് അവരെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക്, മോശ മുഖാന്തരം നടത്തപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് ചില ഞെരുക്കങ്ങൾ വന്നപ്പോൾ, ഇല്ലായ്മകൾ വന്നപ്പോൾ അവരുടെ സ്വഭാവം മുറുമുറുക്കുന്നതും പിറുപിറുക്കുന്നതുമായിരുന്നു. അതുനിമിത്തം തന്നെ ദൈവത്തിൻ്റെ നീരസം അവരുടെ മേൽ വന്നു. എന്നാൽ അവരെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവർ തങ്ങളെ തന്നെ താഴ്ത്തി, കർത്താവേ എന്നെ സഹായിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്കായി വഴി തുറക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കണമായിരുന്നു. ഈ സ്വഭാവത്തെയാണ് ദൈവം അവരിൽ കൊണ്ടുവരുവാനായി ശ്രമിച്ചത്. ഈ സ്വഭാവം വരുവാനുള്ള സാഹചര്യങ്ങളെയാണ് കർത്താവ് അവർക്ക് ഒരുക്കിയത്. എന്നാൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവരുടെ സ്വഭാവം പോസിറ്റീവായി വിശ്വാസത്തിലും പ്രത്യാശയിലും വരുന്നതിന് പകരം നെഗറ്റീവായി മുറുമുറുപ്പിലും നിരാശയിലും ഭയത്തിലുമായി പോയി. ദൈവപൈതലെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ വെളിപ്പെടുന്നത്? നിരാശയോടുകൂടെ നിങ്ങൾ തളർന്നു പോവുകയാണോ? പ്രതീക്ഷയില്ലാതെ നിങ്ങൾ ദുഃഖിച്ച് വാടിപ്പോവുകയാണോ? അതിനായിട്ടല്ല ദൈവജനത്തെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. കൂരിരുളിൻ്റെ താഴ്വരയിലും മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ടെന്ന് ഒരു ഉറപ്പും ധൈര്യത്തോടു കൂടെ ഇരിക്കുവാനാണ് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ആ ഉറപ്പും ധൈര്യവും നമ്മുടെ ഉള്ളത്തിലുണ്ടാകട്ടെ. സ്തുതിക്കുന്ന ദൈവജനം, ആരാധിക്കുന്ന ദൈവജനം പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്താൽ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരാം. ആരാധിച്ച് ദൈവപ്രവൃത്തിയെ കൊണ്ടുവരാം. ചിലർ ശ്രമിക്കുന്നത് മുറുമുറുത്തും പിറുപിറുത്തും എതിരായി സംസാരിച്ചും വിമർശിച്ചും ദൈവപ്രവൃത്തിയെ കൊണ്ടുവരാമെന്നാണ്. ഇസ്രായേൽ മക്കളും അത് തന്നെ പ്രതീക്ഷിച്ചു. അങ്ങനെ സംഭവിക്കില്ല. വിശ്വാസത്താൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. സ്തുതിയിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കൂട്ടായ്മയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. താഴ്മയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. മാനസാന്തരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശുദ്ധീകരണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവത്തോട് ചെയ്യുന്ന ചില ഉടമ്പടികളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നേർച്ച കാഴ്ചകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. സമർപ്പണങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രഹസ്യങ്ങളെ ദൈവജനം മനസ്സിലാക്കി ഗ്രഹിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട്. ലോകരാജ്യങ്ങളുടെ മേൽ അധികാരമുണ്ട്. ആമേൻ. ദൈവജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, അവർ ഞെരുങ്ങാതിരിക്കുവാൻ വേണ്ടി വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യും. എന്നാൽ എല്ലാം സുഭിക്ഷമായി പോകുമ്പോൾ, പ്രതികൂലങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദൈവജനം ദൈവത്തെ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ ലോകത്തിൽ, ഭൂമിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീക്ഷ്ണതയോടെ കർത്താവിനെ തേടുമോ, തേടില്ലേ? ആലോചിച്ച് പറഞ്ഞാൽ മതി. തേടും, തേടില്ല? തീരുമാനം അറിയിച്ചു കഴിഞ്ഞോ? അപ്പോൾ പ്രശ്നം വേണം അല്ലേ? വേണ്ടേ? എവിടെയെങ്കിലും ഇവിടെ തുറച്ചേക്കോ? അതായത് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഈ ഭൂമിയിൽ രോഗമില്ല, കഷ്ടതയില്ല, ദാരിദ്ര്യമില്ല, ദുഃഖമില്ല, ആവശ്യത്തിന് വരുമാനമുണ്ട്, ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്, എല്ലാം സുഭിക്ഷതയിലാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമോ, സ്നേഹിക്കുമോ, കർത്താവിൻ്റെ വഴിയിൽ നടക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാധിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ടഫാണ്. പല ദൈവജനവും കഷ്ടതയുടെ മധ്യത്തിലാണ് കർത്താവിൻ്റെ പാദത്തെ തേടുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവജനത്തെയും നോക്കൂ. എവിടെയെങ്കിലും പോയി കുടുങ്ങി നിന്നിട്ടാണ്
ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അസമാധാനത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിലായിരിക്കും കർത്താവിൽ ആശ്രയിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം ഓക്കെയാണ്, എന്നിട്ട് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നു എന്ന് ആരാധനയ്ക്ക് വന്നവരാരെങ്കിലും നിങ്ങൾക്കറിയാമോ? ഉണ്ടെങ്കിൽ വളരെ അപൂർവമായിരിക്കും, റെയറായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ദൈവം തൻ്റെ അഭിഷിക്തരെ ഉപയോഗിച്ച് അങ്ങനെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കൂടെ വരുന്ന ദൈവമക്കളെ അവരുടെ ഉള്ളിൽ ദൈവരാജ്യത്തെ നൽകി, അവരുടെ ഉള്ളിൽ ദൈവസ്നേഹത്തെ കൊടുത്ത്, അവർക്ക് തിരുവചനങ്ങളെ പഠിപ്പിച്ച്, അവരെ രൂപാന്തരപ്പെടുത്തി കർത്താവിനെ തേടുന്ന മക്കളായി, കർത്താവിനെ അന്വേഷിക്കുന്ന മക്കളായി കർത്താവ് അവരെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ കാര്യത്തെയും പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് കഴിക്കേണ്ടുന്ന ഒരാവശ്യമുണ്ട്. നമ്മൾ ധരിക്കുന്ന ഓരോ വസ്ത്രവും പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു സാധനം, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനം എല്ലാം പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് ആശീർവദിച്ച് നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ പിശാചിന് ഇടം കൊടുക്കാതെ വണ്ണം സാത്താൻ്റെ ലൂപ്പ് ഹോളുകൾ അടയ്ക്കുവാനുള്ള ഒരു ജ്ഞാനം അവിടെ ഓപ്പറേറ്റ് ആവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നല്ലവണ്ണം ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, വചനമനുസരിക്കുന്ന ദൈവപൈതലായിരിക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയിൽ കൂടെ ആയിരിക്കാം സാത്താൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ സാത്താൻ അഫക്റ്റ് ചെയ്യാതെ വേണം, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സാത്താൻ അഫക്റ്റ് ചെയ്യാതെ വേണം. നിങ്ങളുടെ ആഹാരത്തിലും നിങ്ങളുടെ ദൈനംദിനമായ ആക്ടിവിറ്റീസിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിലും ഇതിലെല്ലാത്തിലും ദൈവികമായ ഒരു വിശുദ്ധീകരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവികമായ ഒരു ജ്ഞാനം വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാം ലോകക്കാരല്ല, പക്ഷെ ലോകം നമ്മിൽ പ്രവേശിക്കുവാൻ ഇടം കൊടുക്കരുത്. കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് നാം ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലോകം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ഇടം ഉണ്ടാവുകയില്ല. മനസ്സുകൊണ്ട് നമ്മൾ ലോകത്തെ മാറ്റി നിർത്തിയാലും ചില ഉൽപ്പന്നങ്ങൾ വഴി, ചില വസ്തുവകകൾ വഴി ലോകം നമ്മിൽ പ്രവേശിക്കുവാനുള്ള ആ ലൂപ്പ് ഹോളും ദൈവജനം പ്രാർത്ഥനയാലും ദൈവത്തിലുള്ള ആശ്രയത്താലും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത വാക്യത്തിൽ, 16-ാം വാക്യത്തിൽ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. യേശു പറയുകയാണ്, ഞാൻ ലൗകികനല്ല, അവരും ലൗകികരല്ല. അടുത്ത എഴുതി പറഞ്ഞേ, നാം ലോകത്തിലാണ് എങ്കിലും നാം ലോകക്കാരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നിങ്ങൾ ലോകത്തിലാണ് പക്ഷെ ലോകക്കാരല്ല. പിന്നെ ആരാ? ആത്മീകരാണ്, ദൈവജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, പുതിയ യെരൂശലേമാണ്, പുതിയ ഇസ്രായേലാണ്, പുതിയ യെരൂശലേമാണ്. ആ ഒരു മെൻറ്റാലിറ്റി തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതിനെ ഉറപ്പിക്കുവൻ. ആ മൈൻഡിൽ നിന്ന് നിങ്ങളുടെ സംസാരങ്ങൾ പുറത്തു വരട്ടെ. ഞാൻ ലോകക്കാരനല്ല, ലോകത്തിന് എൻ്റെ മേൽ കാര്യമില്ല, പിശാചിന് എൻ്റെ മേൽ കാര്യമില്ല, ഞാൻ ദൈവപൈതലാണ്, ഞാൻ ദൈവരാജ്യത്തുള്ള ദൈവപൈതലാണ്. ഒരു കാര്യത്തിലൂടെയും ലോകം എന്നിൽ പ്രവേശിക്കുവാൻ ഞാൻ വിടില്ല. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തം, ഞാനും എനിക്കുള്ളതെല്ലാം കർത്താവിനുള്ളത്. എൻ്റെ ജീവിതം കർത്താവിൻ്റെ മഹത്വത്തിനായുള്ളത്, എൻ്റെ ജീവിതം കർത്താവിനെ സ്തുതിക്കുവാനുള്ളത്, എൻ്റെ ജീവിതം കർത്താവിനെ ആരാധിക്കുവാനുള്ളത്. ഹല്ലേലൂയ. ദൈവവചനപ്രകാരം ഈ ലോകം ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു സംഭവം കർത്താവിൻ്റെ വരവാണ്, അല്ലേ? എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് വേഗം വരുമെന്ന്? ആ ഒരു വിശ്വാസം നമ്മിൽ വേണം. ആ വിശ്വാസം മാത്രം പോരാ, ഒരാഗ്രഹവും വേണം. കർത്താവേ വേഗം വരണമേ. പറഞ്ഞേ, വായി തുറന്ന് പറഞ്ഞേ. ഇതിപ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ, ഡെയിലി പറയണം. കർത്താവിൻ്റെ രാജ്യം വരട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറട്ടെ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കർത്താവേ വേഗം വരണമേ. ആ ഒരു ചിന്തയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ. കർത്താവിൻ്റെ വരവ് അത് ഏത് ലെവലിലാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കും. ഈ ഭൂമിക്ക് ഭയങ്കര വ്യത്യാസമുണ്ടാകും, ഈ ഭൂമിക്ക് വലിയ മാറ്റമുണ്ടാകും. ഇന്ന് കാണുന്ന ദുഷ്ടതകളെല്ലാം ഈ ഭൂമിയിൽ നിന്നും അഴിഞ്ഞു പോകും.
എല്ലാ ദുഷ്ടതയെയും എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളെയും ഈ ഭൂമിയിൽ നിന്നും മാറ്റുന്നൊരു കാലം വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവജനം അതിലുണ്ടാകും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. കർത്താവ് തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യാശ ഇതാണ്, നിത്യജീവനാണ്. കർത്താവിനോട് കൂടെയുള്ള ഒരു വാഴ്ചയാണ് ദൈവമക്കൾക്ക് കർത്താവ് തന്നിരിക്കുന്ന പ്രത്യാശ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. ഓഹോ പാടും ഞാനെന്നു എൻ്റെ പ്രിയനേ, പാടും ഞാനെന്നു എൻ്റെ പ്രിയനേ. വാഴും ഞാനൻ രക്ഷിതാവ് കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവ് കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വരികൾ പാടുമ്പോൾ, ഈ വരി നമുക്ക് പാടി ആരാധിക്കാം. ഈ വരികൾ പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം, നമ്മുടെ ഇപ്പോഴുള്ള ജീവിത കാലഘട്ടത്തിലും ഞാൻ യേശുവിനോട് കൂടെ വാഴും, അങ്ങനെ ഒരു മൈൻഡ് തന്നെ ഉണ്ടാകട്ടെ. എന്നാൽ വരുവാനുള്ള ലോകത്തിലും ഞാൻ എല്ലാ കാലവും യേശുവിനോട് കൂടെ വാഴും, കർത്താവിൻ്റെ കൂടെ വാഴും, ആ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ട ആഗ്രഹം എന്താണെന്ന് പോലും തിരുവചനം നമുക്ക് വെളിച്ചത തരികയാണ്. എന്താഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്? നിങ്ങളെല്ലാവരും ഒരു 10 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തു വന്നിരിക്കട്ടെ. ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ലോട്ടറി ടിക്കറ്റ് വീഴണമെന്ന് പ്രാർത്ഥിക്കുകയാണെന്നും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കളയരുത്. ഓക്കെ, ഒരു 10 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തു വന്നിരിക്കട്ടെ. അത് വീണെങ്കിൽ കൊള്ളാം, നല്ലതാ. അത് സ്വന്തമായി അങ്ങ് പ്രാർത്ഥിച്ചോളണം. കർത്താവേ എനിക്ക് ലോട്ടറി വീണമേ, സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചോളണം. പാസ്റ്റിനെ പിടിച്ച് ഇടയ്ക്കിടരുത്. ഓക്കെ, ശരി. ആ ലോട്ടറി ടിക്കറ്റ് എടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും? എന്തായിരിക്കും? ലോട്ടറി ടിക്കറ്റ് വീഴണമേ എന്നായിരിക്കും, അല്ലേ? ഉണ്ടാകുമോ? ചിലർക്ക് എങ്ങനെയാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഇതുവരെ വീണിട്ടില്ല, ഇനി വീഴാനും പോകുന്നില്ല, ചുമ്മാ എടുത്തന്നേ ഉള്ളൂ. ശരി, പോട്ടെ. ഈ ലോട്ടറി ടിക്കറ്റ് വീണെന്നിരിക്കട്ടെ. വീണാൽ പോലും സന്തോഷം കൊണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സന്തോഷം കൊണ്ട് വട്ടായി പോകരുത്. ചില ആൾക്ക് ദുഃഖം കൂടുമ്പോൾ മൈൻഡിൻ്റെ ബാലൻസ് തെറ്റും. ചില ആൾക്ക് സന്തോഷം കൂടുമ്പോൾ മൈൻഡിൻ്റെ ബാലൻസ് തെറ്റും. എല്ലാ സിറ്റുവേഷനിലും ബാലൻസ്ഡായി നിൽക്കണം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോട്ടറി ടിക്കറ്റ് വീഴുമ്പോഴായിരിക്കും ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത്, ആ വീണ പൈസ മുഴുവനും ഇന്ന കാര്യത്തിലേക്ക് നിങ്ങൾ മാറ്റി അങ്ങ് വെച്ചോണം, നിങ്ങൾ എടുക്കരുതെന്ന് പറയുകയാണ്. എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പറഞ്ഞേ. ചെയ്യോ ചെയ്യില്ലേ? ചെയ്യും. കരഞ്ഞു പറയുകയാണ്, ചെയ്യും. ചില ആളുകൾ എന്ത് അറിയാമോ? ചില ദൈവമക്കൾ ഇങ്ങനെയാ, ലോട്ടറി ടിക്കറ്റ് വീണു, എന്താ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? ലോട്ടറി ടിക്കറ്റ് വീണു, 10 കോടി രൂപ അടിച്ചു, പക്ഷേ അത് ഉപയോഗിക്കരുതെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. അതിൻ്റെ ദുഃഖമാണ്. അങ്ങനെ ദുഃഖിക്കാനല്ല. ദൈവാത്മാവ് എന്തു പറഞ്ഞാലും, പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തിയാലും സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുവാനുള്ള നല്ല ഹൃദയം നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ലോകക്കാരല്ല. ലോകത്തിന് നമ്മുടെ മേൽ കാര്യമില്ല. ലോകം, സർവ്വഭൂമിയും പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ലോകത്തിൻ്റെ പ്രഭു സാത്താന് നമ്മുടെ മേൽ ഒരു കാര്യവുമില്ല. സാത്താനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും നമ്മുടെ മേൽ അവകാശമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷിക്കുന്നത്, ധരിക്കുന്നത്, ഉപയോഗിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത് എല്ലാ ഏരിയയിലും ദൈവത്തിൻ്റെ വിശുദ്ധീകരണം, ദൈവത്തിൻ്റെ മുദ്ര ഉണ്ടാകട്ടെ. അതിനായുള്ളൊരു ദൈവാശ്രയം നമ്മിലുണ്ടാകണം. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഹൃദയം മുഴുവനും തീക്ഷ്ണതയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വചനം ഏറ്റെടുക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുമുള്ളൊരു മൈൻഡ് തന്നെ നമ്മിൽ നിലനിർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 16-ാം വാക്യത്തിൽ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. 17-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു.
നോക്കിക്കേ, കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നമ്മൾ നിന്ന് തിരുവചനമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദൈവവചനം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ വചനം നമ്മെ വിശുദ്ധീകരിക്കും. കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ, നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവ മക്കൾക്ക് വചനം കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആമേൻ. ചില ആളുകൾക്ക് വചനം കേൾക്കുമ്പോൾ ഉറക്കം വരും. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വേറെ എവിടെ പോയിരുന്നാലും ഉറങ്ങില്ല. ഈ ആരാധന കഴിഞ്ഞ് നോക്കട്ടെ, നിങ്ങൾ തുള്ളിച്ചാടി നടക്കും. പക്ഷേ രാത്രി നല്ലവണ്ണം ഉറങ്ങിയാലും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും. എന്തിൻ്റെ അടയാളമാണെന്ന് അറിയാമോ? പിശാചിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ട്, അവകാശമുണ്ട്. ലോകം നിങ്ങളെ വാഴുകയാണ്. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ മാത്രം ഉറക്കം വരുന്നത്. അതേസമയം ഒരു സിനിമ കാണാൻ വേണ്ടി കൊണ്ടിരുത്തി നോക്കട്ടെ, അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങോ? ഉറങ്ങില്ല. ടൂറ് പോയി നോക്കട്ടെ, ഉറങ്ങോ? കല്യാണ വീട്ടിൽ കൊണ്ടിരുത്തി നോക്കട്ടെ, അപ്പോൾ പിന്നെ വായൊന്നും അടയില്ല. നാട്ടുകാര്യവും വീട്ടുകാര്യവും പറയാൻ വേണ്ടി ചലപല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതേ ആളുകളെ ദൈവസന്നിധിയിൽ വചനം കേൾക്കാൻ കൊണ്ടിരുത്തിയാലോ? എന്താ കാര്യം? വചനം ഉള്ളിൽ ഇറങ്ങുന്നില്ല, ലോകം ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ ജനം ഇത് തിരിച്ചറിയുക, നിങ്ങൾ അതിനെ ജയിക്കണം. ആമേൻ, ഹല്ലേലൂയ. എപ്പോൾ ഇത് തീരും എന്നല്ല കാത്തിരിക്കേണ്ടത്, പകരം എനിക്ക് ഈ വചനം വേണം. എൻ്റെ ഉള്ളിൽ ആ വചനം ഇറങ്ങണം, എൻ്റെ ഉള്ളിൽ ആ വചനം പ്രവർത്തിക്കണം. വചനം നമ്മെ ശുദ്ധീകരിക്കും. എന്തിനായി ശുദ്ധീകരിക്കും? കർത്താവിനോടുകൂടെ വാഴുവാണ്ടൊക്കെ വേണം, കർത്താവിനോട് ചേർന്നിരിപ്പാണ്ടൊക്കെ വേണം, കൂടുതൽ കർത്താവിനോട് അടുക്കുവാണ്ടൊക്കെ വേണം, ദൈവ സാന്നിധ്യം അധികം അനുഭവിപ്പാണ്ടൊക്കെ വേണം. വചനം നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. വചനത്തിനായി ഉള്ളങ്ങൾ തുറക്കട്ടെ, വചനത്തിനായി ഹൃദയങ്ങൾ തുറക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. നമ്മൾ ഈ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഈ വചനം ഏറ്റെടുക്കുമ്പോൾ വചനം നമ്മെ ശുദ്ധീകരിക്കും. ആത്മാവിൽ നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളിലെല്ലാം കർത്താവിൻ്റെ കരം ചലിക്കും.